സ്വാമി ഗുരുശ്രീയുടെ പ്രഭാഷണം രണ്ടാം ഘട്ടം. പ്രിയരെ നമസ്കാരം. ജനാധിപത്യം അത് 5 ഫാക്കൽറ്റികളുള്ള ഒരു 5 സിദ്ധാന്തങ്ങളുള്ള ഒരു തത്വസംഹിതയാണ്. അതിൽ ഒന്നാമത്തേത് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന ദ്വന്ദ്വം അവസാനിപ്പിക്കണമെന്നാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ലോക ദുര്യോഗത്തിൻ്റെ കാരണം നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്നുള്ള ദ്വന്ദ്വത്തിലാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് അഥവാ രൂപപ്പെട്ടിട്ടുള്ളത്. ആ ദ്വന്ദ്വം അസ്തമിക്കാതെ ഭരിക്കുന്നവരെ പുണ്യാളരാക്കി ഭരിക്കുന്നവരെ ദാഷ്ട്യരാക്കി ഈ ലോകത്ത് നന്മ വിനിമയം ചെയ്യാമെന്ന് ആരും വ്യാമോഹിക്കരുത്. 2-3 സഹസ്രാബ്ദങ്ങളായി നടക്കാത്ത ഒരാലോചനകൾ ഇനിയും തുടരണമെന്ന് നമ്മൾ ശഠിക്കരുത് എന്ന് തന്നെ. രണ്ടാമത്, രാജ്യം പൗരന്മാരുടെ സ്വന്തമാണെന്ന് ഉറപ്പിക്കണം. ഇതുവരെ നമ്മൾ പഠിച്ചു വെച്ചത് ദൈവം രാജാവിനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ രാജ്യം, ഈ പ്രദേശം, ഈ സമ്പത്ത്, ഈ പ്രകൃതി എല്ലാം രാജാവിന് ദാനമായി കൊടുത്തിരിക്കുന്നു. രാജാവിനെ ഭരിക്കാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആ ഭരണത്തിൽ നിന്ന് ഔദാര്യം കൊണ്ട് ഭണ്ഡാരപ്പാട്ടവകകളിൽ നിന്ന് കിട്ടുന്ന ഔദാര്യം കൊണ്ട് രാജാവിൻ്റെ പാട്ടപ്പറമ്പിലെ കുടികിടപ്പുകാരാണ് പൗരജനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രജകൾ എന്നുള്ള ഒരു മൗഢ്യ സങ്കല്പത്തിൽ നിന്നാണ് ലോകം നടന്നു വന്നത്. അത് മാറ്റണമെന്നുള്ള ഒരു ആലോചനയുടെ, ഒരു ശ്രേഷ്ഠമായ ചിന്തയുടെ പരിണിത രൂപമാണ്. അങ്ങനെ ഒരു രാജ്യത്വം ലോകത്തിന് നന്മ ചെയ്യുകയില്ല. അതുകൊണ്ട് ഓരോ മനുഷ്യനോടും നീതിപൂർവമായി പ്രവർത്തിക്കണമെന്നാണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളത്, അഥവാ ദൈവം സിദ്ധാന്തിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉള്ള് അങ്ങനെ ആയിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ടാണ് ജനാധിപത്യം എന്ന ഒരു ആശയം പ്രസക്തമായി വന്നത്. ആ ജനാധിപത്യം ദൈവം ഈശ്വരൻ ആഗ്രഹിച്ച ആ മഹത്വപൂർണമായ, അല്ലെങ്കിൽ ആഗ്രഹിച്ചിരിക്കുമെന്നുള്ള ആ ദീപ്ത ചിന്തയെ പ്രയോഗത്തിലാക്കാൻ നമ്മുടെ സമൂഹത്തിന് ഇന്നും ആയിട്ടില്ല. അത് ജനാധിപത്യം കൊണ്ടേ പ്രയോഗത്തിലാവൂ എന്നാണ്. മൂന്നാമത് ഉള്ളത്, ഇത് സിദ്ധാന്തപരമായും അധികാരപരമായുള്ള കാര്യങ്ങളാണ് 1-2 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ എല്ലാ അധികാരങ്ങളും എല്ലാ വ്യവസ്ഥതയും പോറ്റുന്നതിന് അനിപേക്ഷണീയമായതാണ് സമ്പത്ത്. ആ സമ്പത്തോടൊപ്പം തന്നെ സ്വാഭിമാനവും. ചെറുകിട സംരംഭങ്ങൾ രാജ്യത്തിന്റെ നിധികുംഭങ്ങൾ എന്നുള്ള കൽപ്പന അങ്ങനെയാണ് വന്നത്. ഒരു രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കണമെങ്കിൽ കർമ്മോത്സുകരായ ആളുകളുടെ സാന്നിധ്യം വേണം. അവരുടെ ഊർജ്ജസ്വലമായ ഒരു ഉൾക്കാഴ്ച വേണം. അതിൻ്റെ പ്രയോഗ രൂപം വേണം. അതാണ് ചെറുകിട സംരംഭം. വൻകിട സംരംഭങ്ങൾ, കോർപ്പറേറ്റുകൾ വീണ്ടും രാജാധിപത്യം പോലെ ഒരു അടിമത്തമാണ് ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോഴും വെള്ളയുടുപ്പിട്ട അടിമകളെയാണ് അവർ പടയ്ക്കുന്നത് എന്നും മനസ്സിലാക്കിയിട്ട് ചെറുകിട സംരംഭകത്വം രാജ്യത്തിന്റെ നിധികുംഭങ്ങൾ എന്ന മഹനീയ ദർശനത്തിലേക്ക്, ചിന്തയിലേക്ക് ഉയർന്നു വരികയാണ്. മൂന്നാമത്തത്, എന്തൊക്കെ ഉണ്ടെങ്കിലും, എന്തൊക്കെ വേഷം കെട്ടുകൾ ഉണ്ടെങ്കിലും, എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളിലേക്ക് ചെല്ലുന്ന വിഭവങ്ങൾ, ഭക്ഷ്യങ്ങൾ, ഭോജ്യങ്ങൾ ഒക്കെ തന്നെ കൊണ്ടാണ് മനുഷ്യനാണെങ്കിലും ജീവികളാണെങ്കിലും അവൻ്റെ ശൗര്യമാണെങ്കിലും അവൻ്റെ ഔന്നത്യമാണെങ്കിലും പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കർഷകരക്ഷ രാജ്യസുഭിക്ഷം എന്ന ഒരു മഹനീയ ദർശനത്തിലേക്ക് എത്തപ്പെട്ടത്. കർഷകരെ സംരക്ഷിക്കണം, കാർഷിക മേഖലയെ സംരക്ഷിക്കണം. അങ്ങനെ ഉദാത്തമായ ഒരു സാമൂഹ്യ അവസ്ഥ ഉണ്ടാകണം. സ്വച്ഛമായ അനുഭവത്തിന് അവസരങ്ങൾ ഉണ്ടാവണം. ഈ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഭരണകൂടങ്ങൾ, അതിൻ്റെ വ്യവസ്ഥിതികൾ എന്നുള്ളത് കൊണ്ടാണ് കർഷകരക്ഷ രാജ്യസുഭിക്ഷം എന്ന ഒരു സിദ്ധാന്തം രൂപം വന്നിട്ടുള്ളത്. അവസാനമായിട്ടുള്ളത്, ഇതൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുമ്പോഴും നമ്മുടെ ദുര്യോഗം, നമ്മൾ ധനവാനെ ബഹുമാനിക്കുന്നു, ധനവാൻ എല്ലാം കിഡ്നാപ്പ് ചെയ്യുന്നു. ഇത്
അവർ അധികാരം കിഡ്നാപ്പ് ചെയ്യുന്നു, ആധിപത്യം നേടുന്നു, എല്ലാം കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു ദുര്യോഗം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് കറപ്ഷൻ സ്വീകാര്യമായ ഒരു വ്യവസ്ഥയായി മാറുന്നു. ലോകത്തിൽ കറപ്ഷൻ ചെയ്യുന്ന ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ഒരു ഭാര്യയെയോ, കറപ്ഷൻ ചെയ്യുന്ന ഒരു ഭാര്യ ഉപേക്ഷിക്കുന്ന ഒരു ഭർത്താവിനെയോ, കറപ്ഷൻ ചെയ്യുന്ന അപ്പനെയും അമ്മയും വേണ്ടെന്ന് പറയുന്ന ഒരു പുത്രനെയോ പുത്രിയോ നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ല. ഒരു സഹോദരനെയോ സഹോദരിയോ നമുക്ക് കാണുന്നില്ല. ഒരു പുത്രനെയോ ഒരു പിതാവിനെയോ നമുക്ക് കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ അഴിമതി പണം പോലും ആഹ്ലാദപരമായി സ്വീകരിക്കുന്ന ഒരു മ്ലേച്ഛ സമൂഹത്തിന്റെ പ്രയോക്താക്കളാണ് നമ്മുടെ രാജ്യം എന്നുള്ള ദുര്യോഗമാണ്. അതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ മ്ലേച്ഛാവസ്ഥ. അതുകൊണ്ടാണ് തന്നേക്കാൾ അധികാരമുള്ളവരെയും തന്നേക്കാൾ ധനമുള്ളവരെയും നമ്മൾ വലിയ ഗൗരവത്തിൽ കൊടുക്കരുത്. ധനമാനം നമ്മൾ മാനിക്കുന്നത് കൊണ്ടാണ് ഇല്ലാത്തവന്റെ കയ്യടിയാണ് ലോകത്തിന്റെ ദുര്യോഗം എന്നുള്ള ആശയം നമ്മൾ പ്രകടമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇല്ലാത്തവന് കയ്യടിക്കാൻ തോന്നുന്ന നിലയ്ക്ക് ആർഭാട കഞ്ചുകനായി ഈ ധനവാൻ എഴുന്നള്ളരുത്. ധനവാന്റെ ആ എഴുന്നള്ളത്തിനെ അങ്ങനെ മാനിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് കറപ്ഷൻ നിരോധിക്കണം, അത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന് സിദ്ധാന്തിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളത്. അത് ജനാധികാര ജീവിതത്തിന്റെ നിർണായകമായ ബൗദ്ധികമായ ഏറ്റവും വലിയ ശക്തമായ കാഴ്ചയാണ്. അത് ഭരണാധികാരി മുക്ത പൗരസമൂഹം എന്നാണ്. അത് പറയുമ്പോഴാണ് അനാർക്കി എന്നുള്ള അബദ്ധധാരണയിലേക്ക് ഈ ആദ്യകുലങ്ങൾ ചിന്തിക്കുന്നത്. ഭരണാധികാരി മുക്തമായ പൗരസമൂഹം, വ്യക്തി ഭരണാധികാരിയായിട്ടില്ലാത്തൊരവസ്ഥ. എന്നാൽ നിയമനിർമ്മാണ സഭ ഒരു ഭരണാധികാരിയുടെ ഔന്നത്യത്തിലെത്തിക്കുന്നു. പാർലമെന്റ് ഒരു ഭരണാധികാരിയുടെ ഔന്നത്യത്തിലെത്തുന്നു. അതുകൊണ്ടാണ് ജനപ്രതിനിധികൾ നിയമവും ചട്ടവും പാലിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ നിയമം നിർമ്മിക്കുന്നത് പേരിന് നിയമനിർമ്മാണ സഭകളാണ്, പക്ഷെ ചട്ടം നിർമ്മിക്കുന്നത് എക്സിക്യൂട്ടീവുകളാണ്. ഒരു വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അടുക്കളക്കാരിയായാൽ എങ്ങനെ നന്നാവും? ആ അടുക്കളക്കാരിയോട് ഗൃഹനാഥന് ഒരു അവിഹിത താല്പര്യവും കൂടെ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? അതേ ദുര്യോഗമാണ് ഇന്ന് നമ്മൾ ഭാരതത്തിൽ നടക്കുന്നത്. അടുക്കളക്കാരിയോട് അവിഹിതം കൊതിക്കുന്ന ഗൃഹനാഥന് ആ കുടുംബം നേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഭരണകൂടത്തോട് കൊതിക്കുന്ന, ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ചാബല്യങ്ങളിൽ അഭിരമിക്കുന്ന വിഡ്ഢി അധികാരികൾ ലോകത്തിൽ നന്മ ഉണ്ടാവുകയില്ല എന്നാണ് അതിൻ്റെ പക്ഷം. അത് തന്നെ 5 ഘടകങ്ങളുണ്ട്. അത് ഞാൻ ചുരുക്കി അവതരിപ്പിക്കാം. നിയമങ്ങളും ചട്ടങ്ങളും പൗരപ്രതിനിധി സഭകൾ നിശ്ചയിക്കണം എന്നുള്ളതാണ്. ഇന്ന് നിയമം മാത്രം പൗരപ്രതിനിധി സഭകളായ നിയമസഭയും പാർലമെന്റും പാസ്സാക്കുന്നു. ചട്ടങ്ങൾ എക്സിക്യൂട്ടീവ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യുന്നു. അതിന് നിബന്ധന പോലും പറഞ്ഞിട്ടില്ല. ഗവർണർ എപ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്ന നിബന്ധനയില്ലെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു നിയമം നിർമ്മിച്ചാൽ വിത്തിൻ 30 ഡേയ്സിനകത്ത് ചട്ടം രൂപപ്പെടുത്തിയിരിക്കണം, അല്ലെങ്കിൽ ആ നിയമം അസാധുവാകണം എന്നുള്ളൊരു വ്യവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ വളരെ നിർണായകമായ ഒരു ചട്ടം രൂപീകരിക്കാൻ 2 കൊല്ലം എടുത്തു. അത് കർഷകന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഭൂപതിവ് ചട്ടമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിയമങ്ങളും ചട്ടവും പൗരപ്രതിനിധി സഭകൾ നിശ്ചയിക്കണമെന്ന് മാത്രമല്ല, ആ നിയമവും ചട്ടവുത്തിൻ്റെയും കരട് പബ്ലിക്കിൽ വിശകലനം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും അത് 15 ദിവസം സമൂഹത്തിന്റെ ശ്രേണിയിലുള്ള ആളുകൾ ചർച്ച ചെയ്യുകയും സാമാന്യ പൗരനും അതിനകത്ത് അഭിപ്രായം പറയുകയും ആ അഭിപ്രായത്തിൽ നിന്ന് സ്വീകാര്യമായതിനെ ഉൾക്കൊള്ളുകൊണ്ട് അത് ചർച്ചയ്ക്കെടുത്ത് വേണം നിയമനിർമ്മാണ സഭയും പാർലമെന്റും ചട്ടം നിർമ്മിക്കാനും നിയമം നിർമ്മിക്കാനും. അല്ലാതെ രാവിലെ ഒരു നിയമത്തിന്റെ കടലാസ് പോക്കറ്റിൽ കൊണ്ടുവന്നിച്ച് അതെടുത്തങ്ങ് വായിക്കിട്ട് മൃഗീയ ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തിൽ ചെയ്യുന്ന ദാർഷ്ട്യകുക്കുളങ്ങളായിട്ട് പാർലമെന്റും നിയമസഭകളും വരരുത്. പാർലമെന്റ് എന്ന് പറയുന്നത് പൗരന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് പൗരനോട് ബഹുമാനം വേണം എപ്പോഴും. പൗരനോട് ബഹുമാനം വേണമെങ്കിൽ ഞാൻ ഈ ലോകത്തിന് വേണ്ടി, ഞങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ഇന്ന നിലയ്ക്ക് ഒരു നിയമം
ഇന്ന നിലയ്ക്ക് ഒരു ചട്ടം നിർമ്മിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാനുള്ള ഒരു കുലീനതയും ഒരു ഉദാരതയും ഓരോ അധികാരിയും ഓരോ MLA യും ഓരോ MP യും പാലിക്കണം എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം. രണ്ടാമത്, നിയമവ്യവസ്ഥകൾ പൗരനും മെന്ററും ചേർന്ന് പരിപാലിക്കണം. ഇപ്പോ നിയമം നിർമ്മിക്കുന്നത് നിയമസഭകളെങ്കിൽ ചട്ടം നിർമ്മിക്കുന്നത് ഭരണകൂടമാണ്. ആ ഭരണകൂടം തന്നെയാണ് ഈ നിയമവും ചട്ടവും പരിപാലിക്കുന്നത്. ഇതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആശയപരിപാടി. എന്തെന്നാൽ നിയമവ്യവസ്ഥകൾ പൗരനും മെന്ററും ചേർന്ന് പരിപാലിക്കണം. ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥനാണ് പരിപാലിക്കണേ, അതുകൊണ്ട് കൈക്കൂലി ഉണ്ടാവുന്നു, അതുകൊണ്ട് പക്ഷപാതം ഉണ്ടാവുന്നു, അതുകൊണ്ട് കാലവിളംബം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ പൗരനും മെന്ററും ചേർന്ന് നിയമവും ചട്ടവും പരിപാലിക്കുന്ന പക്ഷം കൈക്കൂലി 99% തീർന്നിരിക്കും. അതുപോലെ തന്നെ പക്ഷപാതം 100% അവസാനിക്കും. കാലവിളംബം ഇല്ലാതെ വരും. അപ്പോ ഈ രാജ്യത്തിന്റെ വളർച്ച ദ്രുത വളർച്ചയാവും, 2 ഇരട്ടിയാവും. വ്യാവസായിക വളർച്ച 4 ഇരട്ടിയാവും. അങ്ങനെ ലോകം അഭിവൃദ്ധിപ്പെടും. അതുകൊണ്ടാണ് നിയമവ്യവസ്ഥകൾ പൗരനും മെന്ററും ചേർന്ന് പരിപാലിക്കണം എന്നുള്ള ഒരു നൂതന സന്ദേശം. ആ സന്ദേശം കൊണ്ട് കേരളത്തിൽ ഉപയോഗിച്ചാൽ 6 മാസം കൊണ്ട് ഒരു 2 ലക്ഷം യുവാക്കൾക്ക് 30 വയസ്സിനും 35 വയസ്സിനും മെന്റർമാർക്ക് ലോകത്തിൽ തൊഴിലും വരുമാന മാർഗമാകും. അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ സാംസ്കാരിക ഘടനയിൽ ഈ വയോജന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് യൗവന കേന്ദ്രങ്ങളായി അതിനെ നിലനിർത്താൻ സഹായിക്കും എന്നുള്ള ഒരു ഔന്നത്യം അതിനകത്ത് കിട്ടുന്നുണ്ട്. നിയമലംഘനങ്ങൾ എക്സിക്യൂട്ടീവുകൾ കണ്ടെടുത്ത് കോടതികൾ സമർപ്പിക്കണം. എന്തെങ്കിലും നിയമലംഘനം ഉണ്ടായാൽ അത് എക്സിക്യൂട്ടീവ് കോർട്ട് കണ്ടെടുത്ത് കാര്യകാരണ സഹിതം അത് കോടതികളിൽ സമർപ്പിക്കണം. കോടതി വിചാരണയ്ക്ക് ശേഷം കിട്ടുന്ന ശിക്ഷ അനുഭവിക്കാൻ പൗരന് ബാധ്യതയുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയും എക്സിക്യൂട്ടീവിൽ നിക്ഷിപ്തമാണ്. കോടതി ഉത്തരവുകൾ കൂടാതെ എക്സിക്യൂട്ടീവുകൾക്ക് പൗരന് മേൽ യാതൊരു അധികാരവും ഉണ്ടായിരിക്കുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത്. ഇന്നിപ്പോ അധികാരികൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവുകൾ ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കും. അത് നിയമപരമാണോ നിയമപരമല്ല ഒന്നും പ്രശ്നമല്ല. എന്ത് കാര്യത്തിൽ കൈക്കൂലി കൊടുത്തില്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും ശുപാർശ വന്നില്ലേ എങ്കിൽ ഒരു വൃത്തികെട്ട നിയമ ഓർഡർ അങ്ങ് പാസ്സാക്കും. ആ ഓർഡർ സ്ഥിരീകരിച്ച് കിട്ടാൻ അത് തെറ്റാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ റിട്ട് പെറ്റീഷൻ കൊണ്ട് ഹൈക്കോടതിയിൽ പോകണം. ഹൈക്കോടതിയിൽ റിട്ടിന്റെ ഈ ബാഹുല്യം വക്കീലന്മാരുടെ പറുദീസയാണ് എന്ന് ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ പറുദീസകൾ സൃഷ്ടിക്കുകയും പൗരനെ യാചകരാക്കി മാറ്റുകയും ചെയ്യുന്ന ദുര്യോഗമുണ്ട്. ജനാധിപത്യത്തിൽ പൗരൻ തീരുമാനിച്ച് നടപ്പിലാക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഭരണകൂടത്തിന്റെ ഏജൻസികൾ നേരിട്ട് കോടതികൾ പരാതി ബോധിപ്പിക്കണം. ആ പരാതിക്ക് ഈ വക്കീൽ GP ഗവൺമെന്റ് പീഡർ എന്നുള്ള വൃന്ദങ്ങളെ ഉൾപ്പെടുത്തരുത്. അങ്ങനെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അനിഷ്ടങ്ങൾ 4 നൂറുമേനി വിളയുകയാണ്. അതാണ് ഇപ്പോൾ ഉള്ളത്. എക്സിക്യൂട്ടീവിന് എന്ത് ദാർഷ്ട്യം വേണമെങ്കിൽ കാണിക്കാം. നമ്മുടെ വീടങ്ങ് പൊളിച്ചു കളയാം, നമ്മുടെ വീട് JCB കൊണ്ട് പൊളിച്ചിട്ട് നിയമവിരുദ്ധമെന്ന് പറയാം. നമ്മൾ വനാന്തരത്തോട് ചേർന്നിരിക്കുന്ന കൃഷിഭൂമി താമസിച്ചാൽ ഇത് വനമാണെന്ന് അവർക്ക് പറയാം. ജണ്ടയ്ക്ക് താഴെയുള്ള സ്ഥലത്തുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു കളയാം. എന്ത് ദാർഷ്ട്യം ചെയ്താലും ആരും ചോദിക്കാൻ ചെയ്യാത്ത ഒരു ദാരുണാവസ്ഥയിലാണ് ഈ സമൂഹം നിൽക്കുന്നത്. ആ ദാരുണത ഇതോടുകൂടി നീങ്ങപ്പെടും. അങ്ങനെ ഒരു എക്സിക്യൂട്ടീവിനും പൗരന്റെ സമ്പത്തിന് മേൽ കടന്നാക്രമിക്കാനുള്ള അവസരമില്ല. പൗരന്റെ പ്രദേശത്ത് മഞ്ഞക്കുറ്റി ഇടാൻ വേണ്ടി കയറാൻ പോലും പാടില്ല. അതിനു മുമ്പ് അത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണം, ഇന്ന് നിങ്ങളുടെ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വേണം. അപ്പൊ പൗരന് പറയാലോ അത് ഇന്നിന്റെ പ്രശ്നമുണ്ട്, അവിടെ കുറ്റിയിടണ്ട, അത് ഇന്ന രീതിക്ക് ചെയ്താൽ മതി. അപ്പൊ ഒരു സയന്റിഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ളത് നിർവഹിക്കാൻ കഴിയും. ഇതാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. 5ാമത്, പൗരപ്രതിനിധികൾ അതാത് പ്രാദേശിക അസംബ്ലികളിൽ പൗരവിചാരണ നേരിടണം. ഇന്നത്തെ സാമൂഹ്യ ക്രമത്തിൽ ഒന്ന് ജയിപ്പിച്ചു വിട്ടാൽ ഒരു വോട്ടിടാൻ സമയത്ത് എന്തെങ്കിലും കുപ്പിയോ കാശോ ഔദാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ചിരിയോ ഒരു വണങ്ങലോ ഒക്കെ നടത്തിയിട്ട് നമുക്ക് വോട്ട് ജയിച്ചു പോകും. ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴേക്കും ഇവിടുത്തെ ഭൂമി കുലുക്കമോ ഇവിടുത്തെ ദാരുണതകളോ ഒക്കെ കൊണ്ടുവന്ന് അതിൽ നിന്ന് സേവനം ചെയ്തതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും അധികാരത്തിൽ കയറും.
ഇത് വല്ലാത്ത ദുര്യോഗമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഓരോ പ്രാദേശിക തലത്തിലും, പഞ്ചായത്ത് തലത്തിലും MLA തലത്തിലും MP തലത്തിലും ഓരോ പ്രാദേശിക അസംബ്ലികൾ ഉണ്ടാവണമെന്നും ആ അസംബ്ലിയിൽ മാസത്തിൽ ഒരു തവണ ജനപ്രതികൾ എത്തി അതിനകത്തുള്ള പ്രതിനിധികളുമായി സംവാദം ചെയ്യണമെന്നും പൗരവിചാരണ നേരിടണമെന്നുമുള്ള ഒരു ഭയങ്കരമായ വലിയൊരു കാര്യമാണ്. അതോടുകൂടി ഈ ക്ഷേമ സമൂഹത്തിന്റെ നിർമ്മിതിയിൽ ശ്രദ്ധേയമായ ഒരു പരിവർത്തന ഗാഥ രചിക്കാൻ ജനാധിപത്യം എന്ന നൂതനാശയത്തിനും അതിൽ ഭരണാധികാരി മുക്ത പൗരസമൂഹം എന്ന ഒരു ഉത്തമ സങ്കല്പത്തിനും ഫലം ലഭിക്കും നിശ്ചയം. നമസ്കാരം.